ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള ഗംഭീരമായി തന്നെ നടക്കുകയാണ്. ചില സന്യാസികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുംഭമേള ഭംഗിയായി നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കുംഭമേളയ്ക്കിടെ അവിടെ കോഴിക്കറി പാചകം ചെയ്തതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ച് സന്യാസിമാരും കൂടെയുള്ളവരും ചേർന്ന് കുടുംബാംഗങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുകയും അവരുടെ ടെൻറ്റ് നശിപ്പിക്കുകയും ചെയ്തു. കൂടാതെ അവർ പാചകം ചെയ്ത കോഴിക്കറി പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു. വീഡിയോയിൽ ഒരു കൂട്ടം ആളുകൾ ടെൻറ്റ് പൊളിക്കുന്നതും പാചകം ചെയ്ത കോഴിക്കറി വലിച്ചെറിയുന്നതും അല്പം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും കാണാം. സംഭവത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കുംഭമേളയുടെ പവിത്രത കളങ്കപ്പെടുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ ആ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം. ഇത്തരം പ്രവൃത്തികൾ ഭാരതീയ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും എതിരാണെന്നും ഹിന്ദു മതത്തെയും സനാതനധർമ്മത്തെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർക്കും അതേ ശിക്ഷ ലഭിക്കുമെന്നും ഈ പ്രതിഷേധക്കാർ പറയുന്നു. കോടിക്കണക്കിന് ആളുകൾ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന മഹാകുംഭമേളയ്ക്കിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും നടക്കുമ്പോൾ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കോഴിയിറച്ചിയുമായി കുംഭമേളയ്ക്ക് വന്നവർ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ അന്വേഷിക്കാൻ അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തിരക്കിൽപ്പെട്ട് 30 തീർത്ഥാടകർ മരിച്ച സംഭവത്തിലും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ചടങ്ങുകളിൽ പലപ്പോഴും അപകടങ്ങൾ സാധാരണയാണ്. അതോടൊപ്പം മരണങ്ങളും സംഭവിക്കാറുണ്ട്. രേഖപ്പെടുത്തിയ കുംഭമേളകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് 1954 അതും പ്രയാഗ്രായിൽ തന്നെയായിരുന്നു. പക്ഷേ അന്ന് സ്ഥലത്തിൻ്റെ പേര് അലഹബാദ് എന്നായിരുന്നു. അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി നെഹ്റുവും ഇതേ ദിവസം കുംഭമേള സന്ദർശിച്ചിരുന്നുവെന്നും നെഹ്റുവിനെ കാണാനുള്ള തിരക്കിൽപ്പെട്ടാണ് ആളുകൾ മരിച്ചതെന്നും ചിലർ പറയുന്നുമുണ്ട്. ഇതുമാത്രമല്ല, പല കുംഭമേളകളിലും ആളുകൾ തിരക്കിലും ദിക്കിലും പെട്ട് മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിലെ വലിയ തീർത്ഥാടന സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 1990 മുതൽ 2024 വരെയുള്ള ഹജ്ജ് തീർത്ഥാടന വേളയിൽ 12 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. 90-ൽ മീനയിൽ തിരക്കിൽപ്പെട്ട് നിരവധി പേരാണ് മരിച്ചത്. 94-ൽ കല്ലേറ് കർമ്മത്തിനുണ്ടായ തിരക്കിൽപ്പെട്ട് 270 പേർ മരിച്ചു. 98-ൽ പാലത്തിനടുത്ത് നടന്ന തിരക്കിൽ 118 പേർ മരിച്ചിരുന്നു. ഹജ്ജിനേക്കാൾ 50 മടങ്ങ് കൂടുതൽ ഭക്തർ ഈ മഹാകുംഭമേളയ്ക്ക് വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അത് UP ഭരണകൂടം കാര്യക്ഷമമായി തന്നെ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. മഹാകുംഭമേളയിൽ നടക്കുന്ന ചെറിയ വിഷയങ്ങൾ പോലും പെരുപ്പിച്ച് കാണിക്കുന്നത് ആ മഹത്തായ സംഭവത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്.